എത്ര നേരമായി? എന്താ പൊന്നു, നീയാണെങ്കിൽ വിളിച്ചെടുക്കില്ല. എനിക്കാണെങ്കിലോ പരിചയമില്ലാത്ത സ്ഥലം. ഇതൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അബി. ഇപ്പൊ തന്നെ എത്ര റിസ്ക് എടുത്താ വന്നേന്നറിയോ? വാ കേറ്. എന്താ കലിപ്പിലാണോ? എനിക്കാരോടും കലിപ്പൊന്നുമില്ല. ഇനി ഉണ്ടായാലും അതൊക്കെ ഞാനിത് തീർക്കും. അയ്യടാ, എങ്ങോട്ടേക്ക് കൊണ്ടുപോണേ? ഈ സ്ഥലമൊക്കെ കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, എനിക്കിവിടെ ഒരാളുണ്ട്. നിനക്കെങ്ങനെയാ ഇവിടെയൊക്കെ പരിചയം? എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല, എൻ്റെ ഒരു ഫ്രണ്ട് സെറ്റാക്കിയതാ. ലൊക്കേഷൻ അവിടെ തീർന്നു, ഒന്ന് വിളിച്ചോട്ടെ. ശേ, ഫോണ് കിട്ടുന്നില്ല. എന്താ ചെയ്യാ പൊന്നു? ഒന്നുകൂടി വിളിച്ചു നോക്ക്. ഇതാ അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്, നമുക്കൊന്ന് പോയി നോക്കിയാലോ? അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാ, ഒന്ന് പോയി നോക്കാം. എന്ത് നല്ല ആൾക്കാരാണല്ലേ. ഇപ്പൊ നിന്റെ പേടിയൊക്കെ മാറിയില്ലേ? നല്ലൊരു ഡാൻസും കണ്ടു. അവര് തന്ന ഡ്രിങ്ക്സ് കഴിച്ചപ്പോ നിനക്കെന്തെങ്കിലും തോന്നിയോ? എന്താന്നറിയില്ല, എനിക്കെന്തോ വല്ലാത്തൊരു അനുഭൂതിയാ തോന്നിയേ. സത്യം, എനിക്കും അങ്ങനെ തോന്നി. ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അയ്യോ, എന്ത് ചോദ്യാ അത്? അയ്യോ, ഞാൻ ശരിക്കും പേടിച്ചുപോയി. പേടിയൊക്കെ ഞാൻ മാറ്റിത്തരാം. അയ്യോ അബി, എന്റെ മുഖത്തെന്തോ വെള്ളം പോലെ. വെള്ളോ? ചോര. ദിവസം പറ്റിക്കാൻ തുടങ്ങിട്ട് കണ്ട മാടാളേറ്റ് ഒറ്റേറ താട്ടിയും പുറത്തൊരു ഉറങ്ങരുത്. ഇതിന്റെ ചോരയുടെ മണം എനിക്കൊരു ഹര.
അബി നീ എന്നെ എവിടേക്കായി കൊണ്ടുവന്നേക്കുന്നത്? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? പൊന്നു എനിക്കൊന്നും അറിയണില്ല. അതെ, പുറത്ത് ഭയങ്കര ഇരുട്ട്. നിങ്ങൾ പഠിക്കണ്ട, ഞാനേ ഇവിടെ കിടന്നോളാം. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ കിടന്നോളി. കിടന്നോ. നമസ്കാരം. ഞാൻ ഇന്നലെ ഒരുപാട് തവണ നിങ്ങളെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നെറ്റ്വർക്കിൻ്റെ എന്തോ പ്രശ്നം കാരണം വിളിച്ചിട്ട് കിട്ടിയില്ല. അത് കുഴപ്പമില്ല ഏട്ടാ. ഇന്നലെ ഏട്ടൻ തന്നെ ഏർപ്പാടാക്കിയ ആളുകളെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി വീട് കാണിച്ചു തന്നിരുന്നു. അതിന് ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഏത് വീട്? ഒന്ന് കാണിച്ചു തരുമോ? അവിടെ ഒരു വീട്. എവിടെ? വാ കാണിച്ചു തരാം. അവിടെ ഒരു വീട്. വാ, ഇതാ ഇന്നലെ ഞങ്ങൾ താമസിച്ച വീട്. ഈ വീടോ? ഈ വീട്ടിൽ 4 ദുർമരണങ്ങൾ നടന്ന വീടാത്. അബി, ഇന്നലെ നമ്മൾ ഇവിടെ ഇരുന്നല്ലേ വെള്ളം കുടിച്ചേ? ഈ വീട്ടിലല്ലേ നമ്മൾ കിടന്നത്? ഇന്നലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആദിവാസികള്